നമസ്കാരം. ഞാൻ ഇന്ന് നിങ്ങളുമായി സംസാരിക്കാൻ പോകുന്നത് എക്സ് പാർട്ടി ഡിവോഴ്സ് എന്ന ഒരു നിയമത്തെക്കുറിച്ചാണ്. എന്താണ് എക്സ് പാർട്ടി ഡിവോഴ്സ്? നിങ്ങൾ ഡിവോഴ്സ് പെറ്റീഷൻ കോടതിയിൽ ഫയൽ ചെയ്യുന്നു. എന്നാൽ നിങ്ങളുടെ ഭാര്യയോ ഭർത്താവോ അത് കൈപ്പറ്റുകയോ അവരുടെ വക്കീൽ കോടതിയിൽ ഹാജരാവാതിരിക്കുകയോ ചെയ്യുന്ന സാഹചര്യത്തിൽ നിങ്ങളുടെ വാദം മാത്രം കേട്ട് നിങ്ങൾക്ക് കോടതി ഡിവോഴ്സ് അനുവദിച്ചു നൽകുന്നതിനെയാണ് എക്സ് പാർട്ടി ഡിവോഴ്സ് എന്ന് പറയുന്നത്. ഇനി നമുക്കിത് ഡീറ്റെയിൽ ആയിട്ട് എങ്ങനെയാണ് ഫയൽ ചെയ്യേണ്ടതെന്ന് നമുക്ക് നോക്കാം. എക്സ് പാർട്ടി ഡിവോഴ്സ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഫസ്റ്റ് പെറ്റീഷൻ ഫയൽ ചെയ്യുന്നു. ഡിവോഴ്സ് പെറ്റീഷൻ കോടതിയിൽ ഫയൽ ചെയ്യുന്നു. നിങ്ങൾ ഫയൽ ചെയ്തതിന് ഏതാനും ദിവസങ്ങൾക്ക് ശേഷം നിങ്ങളുടെ പാർട്ട്ണറിന്റെ അഡ്രസ്സിലേക്ക് കോടതി നോട്ടീസ് അയക്കുന്നു. എന്നാൽ ഇത് നിങ്ങളുടെ പാർട്ട്ണർ കൈപ്പറ്റാതെ ഇരിക്കുകയോ കോടതിയിൽ ഹാജരാവാതിരിക്കുകയോ ചെയ്യുന്ന സാഹചര്യം അടുത്ത പ്രാവശ്യവും ഇതേപോലെ തന്നെ കോടതി ആവർത്തിക്കുന്നു. അദ്ദേഹത്തിന്റെ അല്ലെങ്കിൽ അവളുടെ അഡ്രസ്സിലേക്ക് കോടതി പിന്നെയും നോട്ടീസ് അയക്കുന്നു, കൈപ്പറ്റാനായിട്ടും കോടതിയിൽ ഹാജരാകാനായിട്ടും. എന്നാൽ താങ്കളുടെ പാർട്ട്ണർ പിന്നെയും അത് തന്നെ ആവർത്തിക്കുന്നു, ഹാജരാവാതിരിക്കുകയും നോട്ടീസ് കൈപ്പറ്റാതിരിക്കുകയും ചെയ്യുന്നു. തുടർന്ന് 3 4 നാലാമത്തെ തവണയും ഇതേ തന്നെ ആവർത്തിക്കുകയാണെങ്കിൽ ആരാണോ പരാതിക്കാരി അല്ലെങ്കിൽ പരാതിക്കാരൻ അവരുടെ വാദം കേട്ട് അതിൽ ശരിവെച്ച് നിങ്ങൾക്ക് ഡിവോഴ്സ് അനുവദിച്ചു നൽകുന്നു. ഇതിനെയാണ് എക്സ് പാർട്ടി ഡിവോഴ്സ് എന്ന് പറയുന്നത്. ഓർഡർ 9 റൂൾ 13 CPC പ്രകാരം നിങ്ങൾക്ക് എക്സ് പാർട്ടി ഡിവോഴ്സ് അനുവദിച്ചു നൽകുന്നതാണ്. ഇനി അടുത്തതായി നിങ്ങൾക്ക് ഉയർന്നു വരാവുന്ന ഒരു സംശയത്തെ പറ്റിയാണ്. ഇത് നീതിയാണോ? അതെ, ചിലപ്പോഴൊക്കെ ഇതൊരു അവകാശമായി മാറാറുണ്ട്. ഡിവോഴ്സ് ലഭിക്കുന്ന ആൾക്ക് ഒരു സന്തോഷവും, എന്നാൽ മറുവശത്ത് നിൽക്കുന്ന ആൾക്ക് ഇതൊരു ഒറ്റപ്പെടലും അനുഭവിക്കുന്ന ഒരവസ്ഥയാണ്. ഡിവോഴ്സ് ലഭിക്കുന്ന വ്യക്തിക്കും മറുവശത്ത് നിൽക്കുന്ന വ്യക്തിക്കും ഇനി മുന്നോട്ടുള്ള ജീവിതം ഒരു ഒറ്റപ്പെട്ട ജീവിതമായിട്ട് ഇത് മാറാറുണ്ട്. അതെ, ഇതിനെതിരെ ചോദ്യം ചെയ്യാൻ നിങ്ങൾക്ക് ഒരവസരം കൂടിയുണ്ട്. നിങ്ങളുടെ പങ്കാളിക്ക് എക്സ് പാർട്ടി ഡിവോഴ്സ് കിട്ടിയതാണെങ്കിൽ നിങ്ങൾക്ക് കോടതി ഒരവസരം കൂടി തരികയാണ്. നിങ്ങൾ കോടതിയിൽ ഹാജരായി എക്സ് പാർട്ടി ഡിവോഴ്സ് റദ്ദാക്കാനുള്ള ഒരു സുവർണ അവസരം. ഓർഡർ 9 റൂൾ 13 CPC പ്രകാരം 3 കാരണം കാണിക്കലാണ്. അതായത് നിങ്ങൾക്ക് നോട്ടീസ് കൈപ്പറ്റിയില്ല, രണ്ടാമത്തത് നിങ്ങൾക്ക് ഒരു രോഗമുണ്ട്, മൂന്നാമത്തത് നിങ്ങൾ എബ്രോഡിലാണ്. ഈ 3 കാരണം കോടതിക്ക് വ്യക്തമായാൽ നിങ്ങൾക്ക് കോടതിയിൽ വന്ന് ഹാജരാവാവുന്നതാണ്. അതേപോലെ എക്സ് പാർട്ടി ഡിവോഴ്സ് എന്ന ഹർജി റദ്ദാക്കാവുന്നതുമാണ്. എക്സ് പാർട്ടി ഡിവോഴ്സ് ഒരാൾക്ക് നീതിയാകാമെങ്കിൽ മറ്റൊരാൾക്ക് ഒറ്റപ്പെടലിന്റെ വേദന കൂടി പ്രതിനിധാനം ചെയ്യുന്നതാണ് എക്സ് പാർട്ടി ഡിവോഴ്സ് എന്ന് പറയുന്നത്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അടുത്തൊരു ദിവസം മറ്റൊരു വിഷയവുമായി നമുക്ക് വീണ്ടും കാണാം.